ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ എടുത്ത് പറയേണ്ട മെയിൻ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം കുറേ നാൾക്ക് മുമ്പ് ഒരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റയൻ ഗോസ്ലിംഗ് ഒഫീഷ്യലി നമ്മുടെ MCയിൽ ഏതോ ഒരു ക്യാരക്ടറിന് വേണ്ടി കാസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ പല റൂമേഴ്സൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. അതായത് നമ്മുടെ മാർവൽ സ്റ്റുഡിയോസ് ഇപ്പോൾ നമ്മുടെ റയൻ ഗോസ്ലിങ്ങിനെ MCയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോവ എന്നുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ റയൻ ഗോസ്ലിങ്ങിനെ MCയിലേക്ക് അതിൻ്റെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പം നോവയായിട്ട് വരുമില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും ഇല്ലെങ്കിലും, പക്ഷേ ഇവർ ആദ്യം ഈ ഒരു ആക്ടറിനെ അവർ വിളിച്ചിട്ടുള്ളത് ഈ ഒരു നോവ എന്നുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഉള്ള ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നാണ് ഇപ്പോൾ നമുക്ക് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ളത്. അല്ലാതെ ഇനി വേറെ ഏതെങ്കിലും ക്യാരക്ടറായിട്ട് വരുമോയെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി നമ്മുടെ MCൻ്റെ ഗോസ്റ്റ് റൈഡർ ആയിട്ട് വരുവാണെങ്കിൽ റയൻ ഗോസ്ലിംഗ് അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ആ ഒരു ക്യാരക്ടറിനെ ഇച്ചിരി കൂടെ സിങ്ക് ആവുന്ന രീതിയിലാണ് എനിക്ക് റയൻ ഗോസ്ലിങ്ങിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ, നമ്മുടെ MCയുടെ ഫാന്റാസ്റ്റിക് ഫോർ മൂവിയായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. മുമ്പ് വന്നിട്ടുള്ള എല്ലാ വട്ടത്തെയും പോലെ കാസ്റ്റിംഗ് റൂമറോ കാര്യങ്ങളൊന്നുമല്ല. അതായത് നമ്മുടെ MCയുടെ മെയിൻ ഫാന്റാസ്റ്റിക് ഫോർ മെയിൻ 4 ക്യാരക്ടേഴ്സിൻ്റെ ഒഫീഷ്യൽ കാസ്റ്റിംഗ് കാര്യങ്ങളും കംപ്ലീറ്റ് ആയെന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ റൂമേഴ്സിൽ പല ആക്ടേഴ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് പുതിയ ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ട്. ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, കാരണം ഉടനെ തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കാൻ പോവുകയാണെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നുള്ള കുറച്ച് റിപ്പോർട്ടും കാര്യങ്ങളും. അപ്പോൾ ഫൈനലി ആരൊക്കെയാണ് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സായിട്ട് വരാൻ പോകുന്നതെന്ന് നല്ല രീതിക്ക് എക്സൈറ്റഡ് തന്നെയാണ് കാണാൻ വേണ്ടി. കാരണം നമ്മൾ കുറേ കാലം മുമ്പേ ഇതിനു വേണ്ടി നല്ല രീതിക്ക് വെയിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പടം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് തന്നെയായിരുന്നു നമ്മുടെ MCയുടെ ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്നത്. അപ്പം ഫൈനലി അതിൻ്റെ സമയം അടുത്ത് വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാനും പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുള്ള MCൻ്റെ മറ്റൊരു അപ്ഡേറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഡെയർ ഡെവിൽ ബോൺ അഗൈൻ എന്നുള്ള സീരീസിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് പോരെന്നുള്ള രീതിയിൽ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് സംഭവങ്ങൾ, അത് സ്റ്റോറി കാര്യങ്ങളെല്ലാം ഒന്നേന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഷൂട്ടിങ് കാര്യങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് പുതിയ സ്റ്റോറിയിലും റീഷൂട്ടും കാര്യങ്ങൾ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ് നാളെ മുതൽ. അതിപ്പോൾ ഒഫീഷ്യലി കൺഫേമും ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നിട്ടുള്ള മെയിൻ നമ്മുടെ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്നുള്ള പടമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് മുന്നേ കിട്ടിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, പക്ഷേ ഇതിനോട് ഞാൻ വലിയ രീതിക്ക് യോജിക്കുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പടത്തിനകത്ത് നമ്മുടെ ടോബി മേക്കറിൻ്റെ സ്പൈഡർമാനും അതേപോലെ തന്നെ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറിനും ആയിരിക്കും ഒരു മെയിൻ ലീഡിങ് റോളായിട്ട് ഈ ഒരു പടത്തിൽ നമ്മൾ മൊത്തം കാണാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു മെയിൻ 2 ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു പടത്തിലൊരു മെയിൻ 2 അവഞ്ചറായിട്ട് കാണിക്കാൻ പോകുന്നതാണ് സിമ്പിളി അവർ പറഞ്ഞിട്ടുള്ള. അല്ലാതെ മറ്റ് ക്യാരക്ടേഴ്സിന് ആദ്യം ഫോക്കസ് ചെയ്യാനുള്ള ഒരു സാധ്യതയോ അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലും ആയിരിക്കത്തില്ല നമ്മൾ ഈ ഒരു പടത്തിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് നെഗറ്റീവായിട്ട് തോന്നാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്ന് പറയുന്നത് മെയിൻ MCൻ്റെ പാർട്ടല്ല. അതായത് മറ്റൊരു യൂണിവേഴ്സിൽ നടക്കുന്നുള്ള പല ക്യാരക്ടേഴ്സും MCയിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ ഇവൻറ്റിൽ വന്നിട്ട് ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു മെയിൻ റോള് കിട്ടുന്നത് എനിക്കെന്തോ പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹത്തിൽ നമ്മുടെ മെയിൻ MCയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിന് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് അവരെ മെയിൻ ഫോക്കസ് ചെയ്യണം. അതായത് നമ്മൾ എൻഡ് ഗെയിം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ആദ്യത്തെ 6 അവഞ്ചേഴ്സ് അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് പടം മൊത്തത്തിൽ ഒരു കാണിച്ചു തന്നിട്ടുള്ള. അപ്പോൾ അതേപോലെ നമ്മുടെ MCയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പല ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം പടം ഇറങ്ങാൻ ഇനിയും നല്ല രീതിക്ക് സമയം കിടപ്പുണ്ട്, ചേഞ്ച് വരാതിരിക്കാം. എന്തായാലും ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു പടവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നിട്ടുള്ളതെന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വന്നിട്ടുള്ള 4 അപ്ഡേറ്റ്സിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതലൊരു വെയിറ്റിംഗ് തോന്നിയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കാസ്റ്റിംഗ് അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. എന്തായാലും നമുക്ക് കൂടിപ്പോയ ഒരു 2-3 വീക്സ് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം അതിനു മുമ്പ് ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് കിട്ടുമെന്നൊക്കെയാണ് പല ഇൻസൈഡേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഏതാണെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.